ഹലോ ഗായ്സ്, ഒന്ന് ഗവി വരെ പോയാലോ? രാവിലെ 5:30 പത്തനംതിട്ടയിൽ നിന്ന് ബസ്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ 6:30 ബസ്സിലാണ് പോയത്. അത്രയും നേരം നല്ല തണുപ്പായോണ്ട് ക്യാൻറ്റീനിൽ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. പിന്നെ വണ്ടിയൊക്കെ എടുത്തു യാത്ര തുടങ്ങി. ആദ്യം ഭയങ്കര മടുപ്പായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചു, എന്തിനാ ദൈവമേ ഇത്രയും ദൂരം വെറുതെ പോകുന്നത്, എന്ത് കാണാനാ പോകുന്നേ, ഇതൊക്കെയാണോ സ്ഥലം എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു പ്ലേസിൽ നിന്നു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വണ്ടി എടുത്ത് ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു ചെന്നപ്പോഴത്തേക്കാണ് യഥാർത്ഥ കാടിന്റെ ഭംഗി തന്നെ അറിയാനായിട്ട് പറ്റിയത്. സത്യമായിട്ടും ഈ കാടിനെ ആസ്വദിക്കാനും കാട്ടിലൂടെ യാത്ര ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഗവി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഗവിയിലേക്ക് പോകുന്നതിന് മുന്നേ കുഞ്ഞു കുഞ്ഞു റിസർച്ചൊക്കെ ഞാനും ചെയ്തിരുന്നു. ചിലരൊക്കെ പറയുന്നത് അവിടെ എന്ത് കാണാനായിട്ടാണെന്നൊക്കെയാണ്. പക്ഷെ കാടിനെ ആസ്വദിക്കാൻ കഴിയാത്ത ആളാണെങ്കിലേ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും അവരങ്ങനെ പറയില്ല. സത്യമായ നമ്മുടെ കണ്ണുകൾക്കുള്ള കഴിവൊന്നും ഒരു ഫോണിന്റെയും ക്യാമറകൾക്കില്ല. അത്ര ഭംഗിയാണ് അവിടെയുള്ള ഓരോ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഞാൻ തന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ചിന്തിച്ചു, ദൈവമേ അന്നേരം കണ്ട ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. പിന്നീട് ഒരു ടൂർ പാക്കേജ് ഒന്നും അല്ലായിരുന്നു ഇത്. ഓർഡിനറി ബസ്സിലാണ് പോയത്. നമുക്ക് 2 പേർ കൂടെ 418 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ആയത്. പക്ഷേ ഉണ്ടല്ലോ, ഒരു ടൂർ പാക്കേജ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തോ കൊട്ടവഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ തന്നെ വണ്ടി നിർത്തിയിട്ട് തരികയും കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ ഡയമണ്ട് ഒക്കെ തിളങ്ങുമല്ലോ, അതേപോലായിരുന്നു അവിടെ നിന്നുണ്ടാവുന്ന തിളക്കെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സാരഥി കേട്ടോ. കൂടെ നിൽക്കുന്ന ആളാണ് ശരത് ബ്രോ. നമ്മൾ വണ്ടിയിൽ നിന്ന് പരിചയപ്പെട്ടയാണ്. പുള്ളിക്കാരൻ തലേന്ന് തീരുമാനിച്ച് അടുത്ത ദിവസം പെട്ടെന്ന് വരികയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നവരെ കുറിച്ചൊക്കെ റീലുകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ടൊരാളെ ഇങ്ങനെ പരിചയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ മനോഹരമാവുന്നത് ഇതേപോലുള്ള കോ പാസഞ്ചേഴ്സ് ഉള്ളപ്പം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഡാമിന്റെ മുകളിലൂടെയുള്ള യാത്രകൾ. ഏകദേശം 5 ഡാമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡാമിനൊരു പ്രത്യേകതയുണ്ട്. 2018 വെള്ളപ്പൊക്കം ഇവിടെ നിന്നാണ് തുടങ്ങിയെന്നാണ് നമ്മളോട് പറഞ്ഞത്. കക്കി ഡാം, മൂഴിയാർ ഡാം, പമ്പ ഡാം, ശബരിഗിരി ഡാം, പിന്നെ ഗവി ഡാം, ഇത്രയും ഡാമുകളായിരുന്നു നമ്മുടെ യാത്രയിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണെങ്കിൽ കാട്ടിനകത്തും ചില കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. വിരൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ശ്രീലങ്കയിൽ നിന്നും കുടിയേറി വന്നവരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും അതും മറ്റൊരനുഭവം തന്നെയായിരുന്നു. ഗവിയിലേക്കുള്ള യാത്ര അങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നെങ്കിലും ചില കഥകളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വരാൻ നേരത്തെ അല്പം സങ്കടം വന്നു കേട്ടോ. അതായത് ഒരു ആദിവാസി ഫാമിലിയെ കണ്ടിരുന്നു. കുറെ കുഞ്ഞു കുട്ടികളും കൂടെ 2-3 മുതിർന്ന സ്ത്രീകളും. അവരുടെ വീടാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ വണ്ടി വെക്കുമല്ലോ, ഒരൊറ്റ ടാർപ്പ് മാത്രം മുകളിലുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ആന കയറി മൊത്തം അലങ്കോലമാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു മുതിർന്ന കുട്ടി ഉണ്ടായിരുന്നു. ഒരു മാസം മുന്നേ കാട്ടിൽ കുന്തിരിക്കം എടുക്കാൻ പോയപ്പം അത് കടുവയും പിടിച്ചു. പിന്നെ ഗവിയിൽ കണ്ട ഇങ്ങനെയുള്ള കുഞ്ഞ് അതിഥികളും കാണാനുണ്ട് കേട്ടോ. ഇവരുടെ ഒരു കൂട്ടം തന്നെ അവിടുന്ന് വരുന്നുണ്ടായിരുന്നു, കാട്ടുപന്നി. ഇത് മാത്രമല്ല, കാട്ടാനയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടത് എക്കോപ്പാറയാണ് കേട്ടോ. നമ്മൾ കൂവിയ അതേപോലെ തിരിച്ച് കേൾക്കാം. ഇവിടെയാണ് നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പുകളെയൊക്കെ കൊണ്ടിടുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതും വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ഇറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, അല്ല പാമ്പോ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. പിന്നെ വേറെയും കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ടു. മ്ലാവെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ മയിലിനെ കണ്ടു. കാട്ടാന ഒരു 3-4 കാട്ടാനെ കണ്ടു. പക്ഷെ നമുക്ക് ക്യാമറയിലൊന്നും പതിപ്പിക്കത്തക്ക രീതിയിലുള്ള ദൂരത്തിലല്ലായിരുന്നു. ഈ കൂടി നിൽക്കുന്ന എല്ലാവരും കാട്ടാനെ കാണാനായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഈ കാട്ടാനക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്നാണ് ഇവർ പറയുന്നത്. വണ്ടിയുടെ സമയമൊക്കെ നല്ലോണം അറിയാമെന്ന്. അവസാനം കാടിന്റെ വന്യതയൊക്കെ വിട്ട് നഗരത്തിന്റെ നാഗരികതയിലേക്ക് ഇറങ്ങി. അതായത് നമ്മൾ വണ്ടിപ്പെരിയാറിലോട്ടാണ് ഇനി പോകുന്നത്. വണ്ടിപ്പെരിയാർ വഴി കുമളിയിലേക്ക്. അവിടെ നിറച്ചും തേയിലത്തോട്ടങ്ങളായിരുന്നു.